ദൃശ്യം 3ക്ക് മുന്നേ നമ്മുടെ ജിത്തു ജോസഫിന്റെ പടം വലത്തുവശത്തൊക്കെ ഉള്ള ഇപ്പം നേണ്ട കണ്ടിട്ട് വന്നതേ ഉള്ളൂ. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ഒരു ഒറ്റ വാക്കി പറഞ്ഞ ഒരു ഡീസൻറ്റ് ത്രില്ലറാണ്. എന്ന് വെച്ചാൽ നമുക്ക് അധികം നെഗറ്റീവ്സ് ഒന്നും പറയാനില്ലാത്ത എന്നാൽ അത്യാവശ്യം നല്ല പോസിറ്റീവ്സ് ഉള്ള ഒരു പടമായിട്ടാണ് എനിക്ക് വലത്തുവശത്തെ കള്ളം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. മീൻസ് എന്നുവെച്ചാൽ ഇതൊരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള പടമോ അങ്ങനത്തെ ഒരു ഇതുമല്ല ഈ പടം പോകുന്നത്. ഈ പടം ഒരു സ്ലോ പേസ്, ഒരു ഇമോഷണലി പോകുന്ന ഒരു ഇമോഷൻ കഥ പറയുന്നൊരു ത്രില്ലറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് ജിത്തു പറഞ്ഞു മെമ്മറീസിൻ്റെ ഒരു ഷെയ്ഡ്സ് ഒക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും, അങ്ങനെ വരും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല. ഭയങ്കര ഒരു ഡീസൻറ്റ് വാച്ച്, അല്ലാതെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഒന്നും പറയാനില്ലാത്ത അത്യാവശ്യം നല്ല പോസിറ്റീവ് ഉള്ളൊരു നൈസ് ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കെൻ്റെ മെയിൻ പോസിറ്റീവായിട്ട് തോന്നിയത് ഈ പടം ഭയങ്കര എന്താണ്, നമുക്കിതൊരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക്, എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു പകുതി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ കഥ എന്താണെന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇനി എന്താണ്, ആരാണ് പ്രതി എന്ന് മനസ്സിലാവും, എന്താണ് നടക്കാൻ പോകുന്നത്, ഇതെല്ലാം പ്രെഡിക്റ്റബിളാണ്. പക്ഷേ ആ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യം അവർ ഭയങ്കര എൻഗേജിങ്ങും ഗ്രിപ്പിങ്ങും ആയിട്ട് പിടിച്ചു നിർത്തി. എന്നുവെച്ചാൽ നമുക്കൊരു സാധനം ഇപ്പം ഒരു പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി എന്താ നടക്കാമെന്ന്. പക്ഷേ ആ നടക്കാൻ പോകുന്ന കാര്യം അവർ ഭയങ്കര ഇതായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് വെച്ചാൽ ആൾക്കാർക്കൊരു ക്യൂരിയോസിറ്റി, എന്താണ് ഇനി നടക്കാൻ പോകുന്നത്, അങ്ങനത്തെ ഒരു സാധനം ഇടയ്ക്ക് എനിക്ക് തോന്നി. എന്നുവെച്ചാൽ ആ ഒരു ഫസ്റ്റ് ഹാഫ് എത്ര ഒരു സ്ലോ പേസിൽ പോയി, സെക്കൻഡ് ഹാഫ് ഒരു സ്ലോ പേസിൽ പോയി. മീൻസ് ഓവർ സ്ലോ പേസ് ഒന്നും അല്ല, ഒരു ചെറിയൊരു സ്ലോ പേസ് ഉണ്ട്. അപ്പോൾ അത്ര രീതിയിൽ പോകുമ്പം ആ കഥ എൻഗേജിങ് ആക്കുക പിന്നെ. പക്ഷേ എനിക്ക് കുറച്ചുകൂടി സ്ലോ പേസ് പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു സാധനം കൂടെ ഉള്ളതുകൊണ്ട് അതൊരു ത്രില്ലറൂടെ ആയതുകൊണ്ട് ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഇത് പോയി. മീൻസ് എന്നുവെച്ചാൽ നമുക്കൊരു ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ നമുക്ക് പ്രതി ആരാണെന്ന് മനസ്സിലാവും. പക്ഷെ അതിനെ ആ ഒരാളെ വെച്ച് ഒരു പസിൽ പോലാണ്. എന്നുവെച്ചാൽ ഒരു ഒറ്റ വാക്കി പറഞ്ഞ ഒരു പസിൽ ഗെയിമാണ് ഈ കളി. ഈ പസിൽ തീർത്താൽ ഓരോ പസിൽ തീർക്കുമ്പോൾ ഓരോ ക്ലൂ കിട്ടും, ഓരോ പസിൽ തീർക്കുമ്പോൾ ഓരോ ക്ലൂ കിട്ടും, അങ്ങനെ പോകുന്നൊരു കഥയാണിത്. പക്ഷേ അത്യാവശ്യം നൈസായിട്ട് അവർ മേക്കിംഗ് ആയാലും എനിക്ക് അധികം നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. എനിക്ക് നെഗറ്റീവ്സ് പറയാനായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ചില അൺവാണ്ടഡ് സീൻസ് എനിക്ക് സെക്കൻഡ് ഹാഫിൽ തോന്നി. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിലാണെങ്കിലും ചില അൺവാണ്ടഡ് സീൻസ്, അതിപ്പോൾ ഞാൻ എടുത്തു പറയുന്നില്ല, ചെറിയ എന്ന് വെച്ചാൽ ഓവറായിട്ടൊന്നുമില്ല, ചെറിയ അൺവാണ്ടഡ് സീൻസ് അതിന് ഫസ്റ്റ് ഹാഫിലും ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫിലും ചെറിയ അൺവാണ്ടഡ് സീൻസ് ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ പടം കുറച്ചുകൂടെ നമുക്ക് എന്താണ് പെട്ടെന്ന്, എന്ന് വെച്ചാൽ ഇത് ഒരു സ്ലോ പേസ് ആയി, പക്ഷെ അതൊന്നും ഇല്ലായിരുന്ന കറക്റ്റ് ഒരു ഗ്രിപ്പിംഗ് ആയിട്ട് പോയാൽ. എന്നാലും ഇതൊരു ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെ പോയേക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ പെർഫോമൻസ്, ജോജി ചേട്ടനായിക്കോട്ടെ, ബിജു മേനനായിക്കോട്ടെ, എല്ലാവരും എന്ന് വെച്ചാൽ ആരെയും ഇങ്ങനെ എടുത്തെടുത്ത് ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഇവർ മെയിൻ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് ഞാൻ ഇവരുടെ പേര് വന്നില്ല, എന്നെ ആയിക്കോട്ടെ എല്ലാവരും അത് അഭിനയിച്ചിട്ടൊക്കെ ഈച്ച് ആൻഡ് എവരി വൺ അവർ നല്ലതായിട്ട് അവരുടെ പെർഫോമൻസ് അവരെല്ലാം ആ ക്യാരക്ടറായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബിജു ചേട്ടൻ്റെ സ്ഥിരം ഐറ്റം തന്നെയാണ് ഇതിനകത്ത്, പോലീസായിട്ടൊക്കെ തന്നെയാണ്. പിന്നെ ജോജി ചേട്ടനാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. എന്ന് വെച്ചാൽ ഓരോരുത്തരെ എടുത്തെടുത്ത് പറയുന്നില്ല ഞാൻ, എന്നാലും എല്ലാവരും അവർക്ക് കൊടുത്ത ക്യാരക്ടർ അവർ നല്ല വൃത്തിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവും പറയാൻ എനിക്ക് തോന്നിയില്ല. എനിക്ക് ഏത് നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ചില അൺവാണ്ടഡ് സീൻസ് അതിനകത്ത് വന്നു, അതേ ഉള്ളൂ. അല്ലാതെ നെഗറ്റീവായിട്ട് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഇതൊരു ദൃശ്യം മോഡലോ അല്ലെങ്കിൽ ഒരു മെമ്മറീസ് മോഡലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹൈ ത്രില്ലർ പടമൊന്നും അല്ല. ഇതെന്ന് വെച്ചാൽ ഒരു ഡ്രമാറ്റിക്, എനിക്കങ്ങനെ തോന്നി. എന്ന് വെച്ചാൽ ഒരു ഇമോഷണലി എന്താണോ അവർ ജിത്തു ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞു വിട്ട് ഒരു ഇമോഷണലി ഒരു ത്രില്ലറാണ്, അത്രേ ഉള്ളൂ. ഇമോഷണലി നമുക്ക് കഥ എന്തോ നമുക്ക് പ്രെഡിക്റ്റബിൾ, ഒരു 10 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു എൻഡിലോട്ട് വരുമ്പം നമുക്ക് കഥ എന്താണെന്ന് അറിയാം, ആരാണ് പ്രതി എന്ന് മനസ്സിലാവും. പിന്നെ എങ്ങനെ ഈ കഥ പോകുന്നു, പക്ഷേ ചില പടങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് അറിയാഞ്ഞിട്ടോ ഇനി ഇതാ നടക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് തന്നെ നടക്കുന്നത്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സാധനമാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ അത് നമ്മളെ എന്ന് വെച്ചാൽ പിടിച്ചിരുത്തുന്നൊരു സാധനമുണ്ട്, അത് ഈ പടത്തിലുണ്ട്, അത് ഞാൻ ഉറപ്പുവരാം. എന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഒരു ആൾക്കാരെ പിടിച്ചിരുത്തി ഈ പടം, എന്ന് വെച്ചാൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്. മീൻസ് അത് ഒരു കോർ സാധനം എന്ന് വെച്ചാൽ ഇതിലൊരു പസിലുണ്ട്, ഒരു പസിൽ ഗെയിം കൂട്ടാം. ഈ പസിൽ സോൾവ് ആക്കി വേണം ആ ഒരു പ്രതിയിലോട്ട് എത്താൻ. ആ ഒരു എലമെൻ്റ് ഉണ്ട്, ആ ഒരു എലമെൻറ്റിലോട്ട് എത്താൻ. അപ്പോൾ ആ ഒരു എലമെൻറ്റിലോട്ട് എത്തുന്നതൊക്കെ നല്ല രസമായിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ നെഗറ്റീവായിട്ട് പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ, ചില അൺവാണ്ടഡ് സീൻസ്. പിന്നെ പറയാനാണെങ്കിൽ ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം അറിയാലോ, ടിപ്പിക്കൽ ജിത്തു ജോസഫ് ഡയറക്ഷൻ മേക്കിംഗ് ആണെങ്കിലും എല്ലാം അത് കൂട്ടാന്ന് വെച്ചാൽ നെഗറ്റീവ് ഒന്നും പറയാനില്ലാത്ത നല്ലൊരു പടം. എന്ന് വെച്ചാൽ ആഫ്റ്റർ മിറാജിന് ശേഷമാണ് ഈ പടം ഇറങ്ങുന്നത്. അപ്പം മിറാജ് എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു പടമായിരുന്നു, പക്ഷേ അതിനെക്കാട്ടി ഫാർ ബെറ്റർ ആണ് ഈ പടം. എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഡയലോഗ് എഴുതിയത് വേറൊരു ചേട്ടൻ, അപ്പം എനിക്ക് ആ പേരറിയത്തില്ല, പക്ഷേ പുള്ളി നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സാധനം ഒരു ഇമോഷണലി ഹുക്ക് ചെയ്തിരിക്കുന്ന ഒരു സാധനമുണ്ട്, അതെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് പോയിട്ടുണ്ട്. ഓൾ ടോട്ടൽ ഒരു ഡീസൻറ്റ് വാച്ചാണ്. എന്ന് വെച്ചാൽ എനിക്കധികം നെഗറ്റീവ്സ് ഒന്നും തോന്നിയില്ല ഈ പടം. ഓൾ ടോട്ടൽ ജിത്തുവിൻ്റെ ഒരു ത്രില്ലർ, ഒരു കരിയറിൽ ഒരു നല്ലൊരു പടം, ഡീസൻറ്റ് വാച്ചാണ്, ഫാമിലി ആയിട്ട് പോയിരുന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പടം.
അപ്പോൾ ഇതാണ് വലത്തുവശത്തെ കളറിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോയി കണ്ടിട്ട് കമൻറ്റ് ഇടുക. ഓൾ ടോട്ടൽ ഇതൊരു നല്ലൊരു പടമാണ്. ഒരു വൺ ടൈം വാച്ചബിൾ സ്റ്റഫായിട്ട് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ഓവർ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു ത്രില്ലറോ അങ്ങനെ ഇപ്പോൾ കുറേ വട്ടം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു ത്രില്ലറോ അങ്ങനെ ഒന്നുമില്ല. ഒരു വൺ ടൈം വാച്ചബിൾ സ്റ്റഫാണ് ഇത്.